ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? ഇനി നമ്മൾ അടുത്തത് അതിലത്തെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആകെ കൂടി ഫ്രീഡം വരെയാണ്, നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ്. അപ്പൊ നമ്മളൊന്ന് ഫസ്റ്റത്തെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന എവിടെ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആരംഭം, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് മനുഷ്യന് ആവശ്യമുള്ളതാണ് എന്നുള്ളതൊക്കെ എന്ന് തൊട്ടാണ് ഇതിങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് എന്നാണ് വന്നു തുടങ്ങിയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അതിന്റെ ആദ്യത്തെ എന്താ പറയാ, ഫസ്റ്റത്തെ ഇതായിരുന്നു എന്ത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215 വന്നിട്ടുള്ളതാണ്. ശരിക്കും ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെയും പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇവിടെ പറഞ്ഞു വെച്ച് പോണു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയണ കാരണം നമുക്ക് ഇവിടെയും പറയേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് എവിടെ നിന്നാണ്? മാഗ്ന കാർട്ട എന്നാണ് 1215 വെച്ചിട്ടാണ്. ഇത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇംഗ്ലണ്ടിലെ റൂളർ ആയിരുന്ന കിങ് ജോൺ 1215 ഒപ്പുവെച്ചിട്ടുള്ളതാണ് എന്ത്, ഒരു ഡോക്യുമെന്റ് ആണ് ഇത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ബിഗ് ഡോക്യുമെന്റ് എന്നുള്ളതാണ് അർത്ഥം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതിയിട്ടുള്ള ആദ്യത്തെ അവകാശ രേഖയാണ് ഇത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. പിന്നെ പല പല കാര്യങ്ങളും പല പല രേഖകളും നമ്മുടെ നാട്ടിൽ തന്നെ എന്താ പറയാ, തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, അത് ഇതിന്റെ എന്താ പറയാ, പാവപ്പെട്ടവരെ മാഗ്ന കാർട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ കുറെ അവകാശ രേഖകളെ വെച്ച് പറയാറുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അപ്പൊ ആ എന്താ പറയാ, ഫസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഒരു അവകാശ പത്രികയാണ് എന്ത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇനി അടുത്തത് പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ എഴുത്ത് ഇതിൽ വന്നിട്ടുള്ളത് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് വെച്ചിട്ടാണ്. അതായത് അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് ആണ് 1789 ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ. അതിൽ എഴുതിയിട്ടുള്ളതാണ് എന്ത്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ ബിൽ ഓഫ് റൈറ്റ്സിന്ന് എന്താ പറയാ, ഊർജം കൊണ്ടിട്ടാണ് നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിച്ചപ്പോ നമുക്ക് സ്വന്തമായിട്ടൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം എന്നുള്ള രീതിയിൽ അതിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ സെയിം ഇയറിൽ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം, ആ ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞ ശേഷമല്ല, ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങി ടെന്നീസ് കോർട്ട് ഓത്തിന് ശേഷം അവർ ചെയ്തത് എന്താണ്? അവരൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് എന്താണ്, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ഫ്രീ ആയിട്ടാണ്, എല്ലാവരും ഈക്വൽ ആണ്, റൈറ്റ്സിൽ ഈക്വൽ ആണ്, ഒരു ഡിസ്റ്റിങ്ഷനും പാടില്ല എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം അവർ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയൊരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഒരുവിധം എല്ലാ രാജ്യങ്ങളും പിന്നെ എല്ലാവരും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതോടുകൂടി അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളിലും ഈ മനുഷ്യാവകാശം തന്നെയാണ്, ഈ മനുഷ്യാവകാശത്തിന്റെ മൂല്യമാണ് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സമരം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലടക്കം അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ 1945 ഫോം ചെയ്തിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരികയാണ്. എന്താ പറയാ, സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. ഏത് വർഷം? 1948 ഡിസംബർ ഡിസംബർ 10 ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ വർഷം എന്ന് പറയുന്നത് അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അതില് അംഗമായിട്ടുള്ള എല്ലാ അംഗരാജ്യങ്ങളും എന്ത് വേണം? ഈ ബിൽ ഓഫ് റൈറ്റ്സ് അവരവരുടെ രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യണം. അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ ഇഷ്യൂ ചെയ്യണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ടാവും. അതിന്റെ ഉള്ളില് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രാഥമിക വിദ്യാഭ്യാസം, അങ്ങനെ കുറെ അധികം ആശയങ്ങൾ അവര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഭാഗം 3 എന്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സിന് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ് അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോമൺ ലോസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമൺ ലോസ് യൂഷ്വലി പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സിനെ ആണെങ്കിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മുടെ സുപ്രീം കോടതിയാണ് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിനി പറയുമ്പോൾ പറയും.
അപ്പൊ ഇത് എവിടെ തൊട്ട് എവിടം വരെയുള്ള ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് എവിടെ നിന്നാണ് ബോറോ ചെയ്തത്. US ഗവൺമെന്റിന്റെ ആശയം അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയം ബോറോ ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ മനുഷ്യാവകാശത്തിന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 1931 നടന്നിട്ടുള്ള ഒരു കറാച്ചി INC-യില് ആണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പൊ അന്ന് INC-യുടെ പ്രസിഡന്റ് ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടാൻ കാരണം. അതുപോലെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൊത്തത്തിൽ 7 തരത്തിൽ നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ശരിക്കുള്ളത്. എന്തൊക്കെ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെന്താണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതപരമായിട്ടുള്ള അവകാശങ്ങള്, പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്, സ്വത്തവകാശമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് എടുത്തു കളഞ്ഞു 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി. നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വത്തവകാശം നമ്മുടെ മൗലികാവകാശത്തിന് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ, അതായത് എന്താ പറയാ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങള്. അതുപോലെ തന്നെ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ എന്താ പറയാ ഈ മൗലികാവകാശങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവകാശം. ഈ മൗലികാവകാശങ്ങൾ എനിക്ക് നടത്തി കിട്ടണം എന്നുള്ളതും എന്റെ ഒരു അവകാശമാണ്. അതാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടന തീർപ്പാക്കലിന് വേണ്ടിയിട്ടുള്ള അവകാശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയാണ് ശരിക്കും. അപ്പൊ മൊത്തത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് മൊത്തം 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ ഇപ്പൊ നമുക്ക് 6 എണ്ണേ ഉള്ളൂ. റൈറ്റ് ടു പ്രോപ്പർട്ടി 44th അമെൻമെന്റ് ആക്ട് 1978 മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു അമെൻമെന്റ് ആയിരുന്നു 44th അമെൻമെന്റ് എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42nd അമെൻമെന്റ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായിരുന്നതാ. അപ്പൊ ആ ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു അമെൻമെന്റ് ശരിക്കും എന്താ പറയാ 1975 നമ്മുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥ നടക്കുന്ന കാലഘട്ടത്തില് 75, 76, 77 വരയ്ക്കും നമ്മുടെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ ഒരു കാലഘട്ടം വരയ്ക്കും അതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 42nd അമെൻമെന്റ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവരെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. കുറെ നല്ലതും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ആ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അമെൻമെന്റ്സ് എന്താ പറയാ അമെൻമെന്റുകൾ മൊത്തം എടുത്തു മാറ്റിയ ഒരു ഭേദഗതി കൂടിയാണ് ഇത് 44th അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് 1978-ത്തെ. അതായത് അതിലത്തെ ഒരെണ്ണാണ് എന്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന അവകാശം എടുത്തു കളയാൻ പ്രചോദനമായിട്ടുള്ളത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള ഒരു കേസാണ്. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തുണ്ടായിരുന്ന ഒരു എന്താ പറയാ ഒരു ആശ്രമം ഉണ്ടായിരുന്ന ഒരു സ്വാമിജിയാണ് ഇത് കേശവാനന്ദ ഭാരതി. ആളും സ്റ്റേറ്റ് ഓഫ് കേരള നമ്മൾ ആ സമയത്ത് ഈ 73 സമയത്തൊക്കെ നമ്മുടെ ഇവിടെ ഭൂപരിഷ്കരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് വന്നിട്ടുള്ള ഒരു കേസാണ്. ആളുടെ പ്രോപ്പർട്ടീസ് എടുത്തു കൊണ്ടുപോവാണ് ഗവൺമെന്റ്. അതിനെതിരായിട്ട് പോയതാണ്. സംഭവം ലാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ജയിച്ചത്. പക്ഷെ ആ ഒരു കേസ് നമ്മുടെ ഭരണഘടനയെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു എന്താ പറയാ ഭരണഘടന പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ് ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. ആ ഒരു ഭൂപരിഷ്കരണ നിയമമൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ കാരണമായിട്ടുള്ളത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗലികാവകാശം എടുത്തു കളയാൻ കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആമുഖം ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ഭാഗമാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് എന്ത് 44th അമെൻമെന്റ് ആക്ടില് 1978 ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശം എടുത്തു കളഞ്ഞിട്ടുള്ളത്. ഇനി അത് എവിടേക്ക് എടുത്ത് കളയല്ല, അത് അങ്ങനെ എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല. അത് വേറൊരു കോമൺ ലോ ആയിട്ട് കൊണ്ടുവയ്ക്കുകയാണ്, സാധാരണ നിയമത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതായത് ഒരു കോമൺ അതായത് ഒരു ഭാഗം 12 കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഭാഗം 12 ആർട്ടിക്കിൾ 300A എന്ത് ഇതൊരു ലീഗൽ ഒരു നിയമാവകാശമാക്കിയിട്ട് റൈറ്റ് ടു
കൊണ്ടുവച്ചു. പക്ഷെ അതൊരു മൗലികാവകാശം അല്ല എന്ന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ 12 തൊട്ട് നമ്മൾ ആർട്ടിക്കിളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംസ്ഥാനത്തിനെ അല്ല പറയുന്നത്, നമ്മുടെ രാഷ്ട്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഡെഫിനിഷൻ എന്താന്ന് പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 13 പറയുന്നത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. അതായത് പാർലമെന്റ് എന്ത് നിയമം ഉണ്ടാക്കിയാലും അതെല്ലാം അംഗീകരിക്കാനൊന്നും പറ്റില്ല. അത് നമ്മുടെ മൗലികാവകാശങ്ങൾക്കെതിരായിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിനെ മാറ്റുന്നതാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി പിന്നെ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഉൾപ്പെടുന്ന എന്നിട്ടാണ് സമത്വത്തിന് വേണ്ടിയുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14, 15, 16, 17, 18 ഈ അഞ്ചെണ്ണം 14, 15, 16, 17, 18 ഈ അഞ്ച് അവകാശങ്ങളും റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്ന ആർട്ടിക്കിളുകളാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിന് വേണ്ടിയുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ. അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയണതെന്നുള്ളതും ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കണേ എന്നുള്ളതും അറിഞ്ഞു വെക്കുക. ആർട്ടിക്കിൾ 14 എന്തിനാണ് പറയുന്നത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളെയും എന്താ പറയാ ഒരാളോടും വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഇൻ ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് പൊതു നിയമനത്തിലുള്ള അവസര സമത്വത്തിന് വേണ്ടിയുള്ളതാണ് എന്ത് ആർട്ടിക്കിൾ 16 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 17 എന്നിട്ടാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധനത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് സ്ഥാനങ്ങളുടെ അബോളിഷൻ, അതായത് സ്ഥാനപ്പേര് നിർത്തലാക്കല്. അതായത് ഈ എന്താ പറയാ, ഈ നാട്ടുരാജാക്കന്മാരെയൊക്കെ ഇപ്പൊ ജമീന്ദാറ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സ്ഥാനപ്പേരുകൾ കൊടുത്തിട്ട് സാമൂതിരിയുടെ അങ്ങനത്തെ ഒക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാകുന്നല്ലോ, അതൊക്കെ എടുത്തു കളയലാണ് എന്ത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. പ്ലസ് ഇത് മാത്രല്ല, വേറെ രാജ്യങ്ങളിൽ നിന്ന് നമ്മള് ടൈറ്റിൽസ് വാങ്ങാൻ പോവാൻ പാടില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സമ്മതം ഇല്ലാണ്ട് പോവാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ഈ ടൈറ്റിൽസ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അതില് എല്ലാം പെടും. അതായത് നമുക്കിപ്പോ ഒരു ടൈറ്റിൽ കിട്ടണം, ഭാരത് രത്ന അല്ലെങ്കിൽ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ പേരിന്റെ കൂടെ സർനെയിം ആയിട്ട് അത് ചേർക്കാൻ പാടില്ല എന്നും നിയമമുണ്ട്. അവര് കിട്ടിയ ആൾക്കാരും അത് ചേർക്കാറില്ല. നമ്മള് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരെ വിളിക്കുമ്പോ പത്മശ്രീ ജയറാം, അല്ലെങ്കിൽ ഇപ്പോ റീസെന്റ് ആയിട്ട് ശോഭനയ്ക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്മശ്രീ ശോഭന എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാലും അവരൊരിക്കലും അവരുടെ പേരിന്റെ മുമ്പിൽ അത് ചേർക്കില്ല, ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസാവും, പിന്നെ അവരത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയ്ക്കാണ് എന്ത് റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ വരുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡത്തിൽ എന്തൊക്കെയാ വരുന്നത്? റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന മേജർ കാര്യമാണ് എന്ത് ആർട്ടിക്കിൾ 19. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19 പറയണ 6 കാര്യങ്ങൾ. അതിന്റെ ഉള്ളിൽ പറയുന്ന 6 കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 19 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതിന്റെ ഉള്ളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉള്ളിലും റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു മൗലിക സ്വാതന്ത്ര്യം കെടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. ഏതൊക്കെ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a) വിശേഷിപ്പിക്കാൻ പറ്റും. ശരിക്കും നോർമലി അത് പറയാ ഫ്രീഡം ഓഫ് പ്രസ് എന്നാണ്. ഇപ്പൊ നമുക്ക് കാണാണ്ടല്ലോ ഫ്രീഡം ഓഫ് പ്രസ്, മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റണം അത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മൊത്തം. ഒരു ന്യൂസിനെ മുക്കണോ, ഒരു ന്യൂസിനെ പൊക്കണോ, ആർക്ക് തീരുമാനിക്കാം? മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാം. അവര് റേറ്റിംഗ് കൂട്ടാൻ അവർക്ക് ഇഷ്ടമുള്ള ന്യൂസ്. ഇന്നൊരു ന്യൂസിന് പിന്നാലെ അവര് പോയി ഒരാഴ്ച കഴിയുമ്പോൾ ആ ന്യൂസ് ഏറ്റവും ബാക്ക് പേജിൽ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോ അവരവരുടെ റേറ്റിംഗിന് വേണ്ടി ചെയ്യുന്നു. പക്ഷെ ആവശ്യമുള്ളതൊന്നും ആവശ്യമുള്ള നേരത്തെ അവര് കാണിക്കുന്നില്ല. എന്ത് മുക്കണം എന്ത് പൊക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുന്ന പറഞ്ഞ പോലെയാണ്. അപ്പൊ അത് ഫ്രീഡം ഓഫ് പ്രസ് അഥവാ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1)(a) വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? റൈറ്റ് ടു അസംബിൾ പീസബിളി വിത്തൗട്ട് ആംസ്, അതായത് സമ്മേളിക്കുക, അതായത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള അവകാശം. അതുപോലെ യൂണിയൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ ഇന്ത്യയിൽ
ഒരു ഇന്ത്യയിലെ ടെറിട്ടറിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഏത് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു പിടുത്തമുണ്ട്. ചെറിയ രീതിയിൽ ഭരണഘടന തന്നെ പറയണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ തോന്നിയത് പറയാൻ പറ്റൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സമ്മേളിക്കാനൊന്നും പറ്റില്ല. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് വരുന്ന ഒരു സമ്മേളനവും രാജ്യം സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാന്ന് പറഞ്ഞാലും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് നമ്മൾ മുൻതൂക്കം അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. ചില ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്കൊന്നും പോവരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകരുത്. അതല്ലാതെ എവിടേക്ക് വേണമെങ്കിലും പോവാം. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളതല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 20 അപ്പൊ മൗലിക സ്വാതന്ത്ര്യങ്ങൾ കഴിഞ്ഞു. ആർട്ടിക്കിൾ 19 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി ആർട്ടിക്കിൾ 20 കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 20 അതും ഒരു റൈറ്റ് ടു ഫ്രീഡം ആയിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ആർട്ടിക്കിൾ 19, 20, 21, 22 ഇത്രയും ആർട്ടിക്കിളുകളാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19, 20, 21, 22 ഇത്രയും ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നത്. അതില് ആർട്ടിക്കിൾ 20 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 20 ഗ്രാൻസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ. അതായത് കുറ്റവാളിയായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ജയിലിൽ കുറ്റം ആരോപിക്കപ്പെട്ട് വന്നിട്ടുള്ള ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് കൊടുക്കുന്ന ഒരു മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അതായത് അതിന് ശരിക്കും 3 പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതായത് 20(1) പറയുന്നത് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയും. അതായത് എന്താ പറയാ, ആൾക്ക് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ വെച്ചാൽ ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഡോക്യുമെന്റ് ഓപ്പൺ ആവണില്ല. എന്തായാലും ഇല്ല തന്നെ പറയാം. ആർട്ടിക്കിൾ 21 അത് നമ്മൾ ആർട്ടിക്കിൾ അറിഞ്ഞു വെക്കണമെന്നില്ല. ഇതിൽ എന്തൊക്കെയാണ് പറയണേന്നുള്ളത് മാത്രം ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, അതായത് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരാള് ഇപ്പൊ നമുക്കറിയാം നിർഭയ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഡൽഹി കേസിനാണ്, ഡൽഹിയിൽ നമ്മുടെ സൗമ്യ കേസിന്റെ ആ ഒരു സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു നിർഭയ കേസ്. ഒരു ബസ്സില് പോയ പെൺകുട്ടീനെ ബസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാരും കൂടി ബസ്സിലത്തെ കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറും കൂടി ആക്രമിച്ച ഒരു കേസ്. ആ പെൺകുട്ടി മരിക്കും. ഡൽഹിയിൽ ഭയങ്കര കത്തിയല്ല, ദേശീയ തലത്തിൽ തന്നെ ഭയങ്കര വാർത്തയായ ഒരു കേസായിരുന്നു അന്ന്. ഞാനൊരു +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ഏകദേശം 2012 സമയത്തൊക്കെ വന്നിട്ടുണ്ടാകുന്ന ഒരു കേസായിരുന്നു നിർഭയ കേസ്. അതില്
മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ബസ്സിൽ, കണ്ടക്ടർ, ഡ്രൈവർ, ക്ലീനർ. അതിൽ ക്ലീനർ ആയിട്ട് നിന്ന ചെക്കന് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 16 അല്ല, 18 വയസ്സിന് താഴെയായിരുന്നു. 18 വയസ്സ് തികയാൻ അവന് 6 മാസം ഉണ്ടായിരുന്നു ആ സമയത്ത്, അവൻ കേസിൽ അകപ്പെടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അവന് ശിക്ഷയായിട്ട് വന്നത് എന്തിനായിരുന്നു? ജുവനൈൽ കോടതിയാണ് അവനെ ശിക്ഷിച്ചത്. കാരണം 18 വയസ്സായിട്ടില്ല. അപ്പൊ ആ കുട്ടീനെ ഒരിക്കലും നോർമൽ ലോയില് ശിക്ഷിക്കാൻ പറ്റാത്ത കാരണം ജുവനൈൽ കോടതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പെൺകുട്ടിയോട് ഏറ്റവും ക്രൂരത ചെയ്തിട്ടുള്ള മനുഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആ ആൺകുട്ടി കിടാവ് തന്നെയായിരുന്നു. ആൺകുട്ടി കിടാവെന്നൊന്നും പറയാൻ പറ്റില്ല, ആ ചെക്കനായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന് ശേഷാണ് നമ്മുടെ നിയമത്തില് വീണ്ടും പോക്സോയിലൊക്കെ ചെറിയൊരു മാറ്റം വന്നത്. പ്രതിയായിട്ട് ഇരിക്കുന്ന ആള് 16 വയസ്സിന് മുകളിലാണെങ്കിൽ, 18 വയസ്സാവണ്ട, 16 വയസ്സിന് മുകളിലാവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ലോയില് അവരെ ശിക്ഷിക്കാം. പോക്സോ കേസല്ല, ഇങ്ങനത്തെ കേസുകൾ വരുമ്പോ, പീഡന കേസുകൾ വരുമ്പോ അങ്ങനെ ഒരു നിയമം പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പേരും പക്ഷെ ഇവർക്ക് ശിക്ഷ വിധിക്കാനായിട്ട് മുമ്പ് തന്നെ ഈ നിയമം വന്നു എന്നെങ്കിൽ കൂടി ഇവര് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിയമം ഇല്ലാത്തത് കൊണ്ട് അവൻ എന്ത് കിട്ടി? അവൻ എവിടെ ഇപ്പൊ കിടക്കുന്നത്? ജുവനൈൽ കോടതിയിൽ ശിക്ഷ വിധിച്ച് കുട്ടികളുടെ കൂടെ, അതായത് കൊച്ചു കുട്ടികൾ ചെയ്ത പണിഷ്മെന്റിന് എന്താ പറയാ, ദുർഗുണ പരിഹാര പാഠശാലയിലാണ് ആ ചെക്കനെ കൊണ്ടാക്കിയത്. 18 വയസ്സ് തികയാൻ വെറും 6 മാസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു രക്ഷയില്ല. അപ്പൊ അതിലെന്താ പറഞ്ഞാ, മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് ഒരു കേസ് കൊണ്ടുവന്നിട്ട് ആ കേസിന് ഇത്ര കൊല്ലം മുമ്പ് ഉണ്ടാകുന്ന മുമ്പ് തൊട്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഇത് 16 വയസ്സെന്ന് പറയുന്നത് ഒരിക്കലും കൊണ്ടുപോയിട്ട് നിർഭയ കേസിന്റെ മുമ്പത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അതിൽ കൊണ്ടിടാൻ പറ്റില്ല. അതിനെയാണ് എന്താ പറയാ, മുൻകാല പ്രാബല്യത്തോട് കൂടി ഒരു കേസ് കൊണ്ടുവന്നിട്ട് ഒരാളുടെ തലയിലിടാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് അയാൾക്ക് കേസ് കൊടുക്കാം. അയാള് കുറ്റം ചെയ്യുന്ന സമയത്ത് ആ ഒരു ശിക്ഷാ നിയമം നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാം. ഇല്ലെങ്കിൽ പിന്നീട് വന്ന ശിക്ഷയാണ്, പിന്നീട് വന്നിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത്. ആ പേരിൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് അയാളെ വീണ്ടും ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 20(1) പറയുന്നത്, നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് നോ ഡബിൾ ജിയോപാഡി. ഒരു കുറ്റത്തിന് തന്നെ അയാളെ 2 തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ 2 തവണ അയാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത്, നോ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് പറയുന്നത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് സ്വന്തമായിട്ട് തെളിവ് കൊടുക്കാൻ അയാളെ നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പൊ ഒരാളെ ഇപ്പം കുറ്റസമ്മതം നടത്താന്നൊക്കെ പറയില്ലേ, കുറ്റസമ്മതം നടത്തി അപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അയാളെ നിർബന്ധിക്കാൻ പാടില്ലാന്ന്. ആ തെളിവ് എടുത്ത് കൊടുക്കാൻ, അയാൾക്കെതിരായിട്ടുള്ള തെളിവ് അയാള് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പോലീസുകാർ ചെയ്യിക്കുന്ന പരിപാടിയാണ്. എന്നിട്ടാണ് നീ എവിടെ ഒളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ തല്ലി ചെയ്യിക്കാൻ പാടില്ല എന്നാണ് നിയമം. എല്ലാം നടക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാവരുടെ കാര്യത്തിൽ അതെല്ലാം നടക്കണം. നമുക്ക് പ്രത്യേകിച്ച് കുറ്റവാളികളുടെ കാര്യമാകുമ്പോ നമ്മളത് ജസ്റ്റ് നൈസായിട്ട് വിട്ടുകളയും. അപ്പൊ അത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ ആണ്. ഒരിക്കലും അവർക്കത് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് പോലീസുകാര്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ജുഡീഷ്യൽ ജഡ്ജിന്റെ മുമ്പിൽ ആക്കണ സമയത്ത് നിങ്ങളെ തല്ലുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. സ്വന്തമായിട്ട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞോന്ന് കോടതി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞ പോലീസുകാർ വന്ന് പഠിപ്പിച്ചു വിടുന്നു. മറ്റേ ആക്ഷൻ ഹീറോ ബിജു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് അത്. ആ പട്ടീനെ വിട്ട് കളിപ്പിച്ച ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ കോടതിയിൽ ജഡ്ജിയെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഇങ്ങനെ പറയണം. ഇല്ലെങ്കിൽ നീ ഏത് വണ്ടിയിലാ വരിക? പോലീസിന്റെ വണ്ടിയിലാണ് വരിക. അപ്പൊ ഞാൻ നിനക്ക് ഇതിനും കൂടി തരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. അപ്പൊ അത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവരത് എന്നെ സാറെ തല്ലി, പോലീസുകാരെന്നെ തല്ലി എന്ന് കോടതിയിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാര് മൗലികാവകാശത്തിനെതിരായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവരെ പണി തെറിക്കുന്നല്ല, മാത്രമല്ല ഭയങ്കര എന്താ പറയാ, വലിയൊരു ഒഫൻസ് ആണത്. അപ്പൊ അവരെ ജോലി അടക്കം പോവും, ജോലി പോവും, ജയിലിലും കിടക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് എന്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറ്റവാളികൾക്കും സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അവരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗലിക അവകാശമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗലിക സ്വാതന്ത്ര്യമാണ് ഏത്? ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 21 ഡിക്ലെയർസ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ഓർ ഹെർ ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് ഇവിടെ എന്താ പറയാ വെച്ചാൽ ജീവനും
എന്താ പറയാ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എന്താണ്? അയാളുടെ പേഴ്സണൽ ലിബർട്ടിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അയാളുടെ ജീവനും ആപത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം അവർക്ക് ഒരു ഇന്ത്യയിലെ പൗരന് നൽകുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും നൽകുന്ന ഒരു ഉറപ്പാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശം. പക്ഷെ അത് ചില സമയങ്ങളിൽ ഗവൺമെന്റിന് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാം എന്നല്ലാണ്ട് വേറൊരാൾക്കും എന്റെ ജീവനോ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ വേണ്ടിയിട്ട് തടയിടാൻ വരാൻ പറ്റില്ല. അത് നമ്മുടെ മൗലിക അവകാശമാണ്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഉള്ളിൽ കുറേ അധികം അവകാശങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം, ഉറങ്ങാനുള്ള അവകാശം. ഇപ്പൊ എക്സാമ്പിൾസ് കുറെ പറയാം, കുറെ അധികം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വരുന്ന കുറെ ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. ഒരാളുടെ ഏറ്റവും വലിയ അവകാശം ഇപ്പൊ നമ്മുടെ PSC-ക്കൊക്കെ എന്റെ കയ്യിലൊക്കെ ഉണ്ട് വിവരാവകാശം വെച്ചിരുന്നെങ്കിൽ ഞാൻ നാളെ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. വിവരാവകാശം വെച്ച് PSC കിട്ടിക്കഴിഞ്ഞാൽ PSC-യുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണമെങ്കിലുള്ള പാടെന്തോരാന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും അത്ര അധികം, അതായത് ഞങ്ങളിപ്പോ ഒരു 50 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ RHA റാങ്ക് ഹോൾഡേഴ്സിന്റെ ഗ്രൂപ്പ് LDD ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു 50-ലധികം സ്ഥലങ്ങളിലേക്ക് വിവരാവകാശം വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ എനിക്ക് വെക്കാൻ തന്നതാണ് 8 സ്ഥലത്തേക്കാണ്. 8 സ്ഥലത്തേക്ക് വിവരാവകാശം വെച്ചിട്ട് എനിക്ക് ഇവരടുക്കാണ് ഇത് വന്നത്, വിവരാവകാശത്തിന്റെ റിപ്പോർട്ടുകൾ വന്നു. ഓരോ ഓഫീസിൽ നിന്നും സെപ്പറേറ്റ് അയച്ചിട്ടേ ലാസ്റ്റ് പ്രാന്തായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ആർക്കൊക്കെ അയക്കണം, ഇതിൽ ഏതൊക്കെ നോക്കണം, ഏതൊക്കെ ആവശ്യമുള്ളത് ഏതൊക്കെ ആവശ്യമില്ലാത്തതെന്ന് തിരിക്കണം. അപ്പൊ ഈ വിവരാവകാശം എന്ന് പറയുന്നത് അതായത് എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ, എവിടെയൊക്കെ എന്തെങ്കിലും വേറെ ഇടയിൽ കയറ്റൽ നടത്തിയിട്ടുണ്ടോന്നോ ഒക്കെ അറിയാൻ വേണ്ടി. അതായത് അതുവഴി നമുക്ക് ഇഷ്ടം പോലെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന PSC വഴി ജോലി നേടാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്ര വിവരാവകാശത്തിന്റെ ശരിക്കും ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം. എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള വിവരാവകാശത്തിന്റെ രേഖകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അഡ്വൈസ് വരുന്നത് പോസ്റ്റിൽ വരില്ല. അഡ്വൈസ് ഇപ്പോ നമുക്ക് സൈറ്റിലെ വരുള്ളൂ, നമ്മുടെ പ്രൊഫൈല് PSC-യുടെ പ്രൊഫൈലിലെ വരുള്ളൂ ഇനി തൊട്ട്. അപ്പൊ നമുക്ക് ഇത്ര നാള് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും PSC മോട്ടിവേഷണൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയ്യില് ഒരു പേപ്പർ വെച്ച് ഓൺ IGS എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ സംഭവം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ രക്ഷയില്ല. അപ്പൊ ഞങ്ങളെല്ലാരും പറയുന്നത് ഇപ്പൊ ഈ വിവരാവകാശം വെച്ച സംഭവത്തിലുണ്ട് ഈ സെയിം തന്നെ ഈ സംഭവം പ്രിന്റ് എടുത്ത് അതിന്റെ ഉള്ളിൽ കുത്തി കയറ്റിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അത്ര അധികമാണ് വിവരാവകാശത്തിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വഴി വന്നിട്ടുള്ള ഒരു നിയമമാണ്. അത് എന്താ പറയാ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുള്ളത് ഒരു സംഭവമാണ് എന്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ഏത് ആർട്ടിക്കിളിൽ നിന്നാ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 വന്നിട്ടുള്ളതാണ്. അതുപോലെ റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ഷെൽട്ടർ, അതുപോലെ റൈറ്റ് ടു എമർജൻസി മെഡിക്കൽ എയ്ഡ്, അതുപോലെ റൈറ്റ് ടു സ്ലീപ്പ്, അതുപോലെ ശുദ്ധമായ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറെ ഉണ്ട്. അതുപോലെ പൊതുസ്ഥലത്ത് പുകവലിക്കരുത് എന്ന് നമ്മുടെ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഈ ഒരു ആർട്ടിക്കിളിന്റെ പിൻബലത്തിലാണ്. അതായത് നമ്മുടെ എന്തവകാശാണെങ്കിലും മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ ഉള്ളൂന്ന് പറയില്ലേ, എന്റെ മൂക്കിൻ തുമ്പ് വരെ ഉള്ളത് നിന്റെ അവകാശം അല്ലെങ്കിൽ നിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ ഇപ്പുറത്തേക്ക് ഇല്ല. അതായത് നമ്മുടെ ഇതില്ല. അപ്പൊ ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോ എന്തുണ്ടാവും, എന്റെ മൂക്കിൻ തുമ്പല്ല നമ്മുടെ മൂക്കിൽ കൂടെ കയറും. നമുക്ക് വലിക്കണ ആളെക്കാളും കോട്ടയാണ് അത് വലിച്ചിട്ട് അവര് ഊതി വിടുന്ന ആ പുക ശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറയില്ല. അപ്പൊ അതിനെതിരായിട്ട് ഒരാള് കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് എന്ത് ഹൈക്കോടതി അത് ആർട്ടിക്കിൾ 21 ബലത്തിലാണ് അത് തടഞ്ഞത്. കേരള ഹൈക്കോടതി പൊതു സ്ഥലത്ത് പുകവലിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും വന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 21 പിൻബലത്തിലാണ്. അപ്പൊ ആർട്ടിക്കിൾ 21 പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി കാണും. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് എന്താ പറയാ ഒരു മൗലികാവകാശമായിട്ട് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 21A. 21A എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം അതൊരു ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. ഒരു ആർട്ടിക്കിളിന്റെ കൂടെ ക്യാപിറ്റൽ ലെറ്ററിൽ A എന്ന് കിടക്കണെങ്കിൽ സ്മോൾ ലെറ്റർ അല്ല A എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ ABCD എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്
ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി വഴി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുപോലെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A. ഈ ഒരു 21A എന്ന് പറയുന്നത് ടീച്ചർമാരായ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാ 6 to 14, അതായത് 6നും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമായും ഫ്രീ ആയിട്ടും ഗവൺമെന്റ് നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A ഡിക്ലെയർസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ്. ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനമല്ല, രാജ്യമാണ്. നമ്മുടെ രാജ്യം നൽകണം എന്ത്? ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയിരിക്കണം ഫ്രീ ആയിട്ട്. എന്തിന്? ആർക്ക്? ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14. 6നും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നൽകിയിരിക്കണം എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഗവൺമെന്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. അപ്പൊ ഇത് എന്നാണ് ഇങ്ങനെ ഒരു ഭരണഘടനയിൽ ഇത് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ്. 86ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലാണ് എന്ത് ഇങ്ങനൊരു ആക്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്യുന്നത്. 2002 വന്നിട്ടുള്ള 86ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഇങ്ങനൊരു നിയമം അല്ലെങ്കിൽ ഇങ്ങനൊരു ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് ഈ ഒരു നിയമം വഴി 2009 ഓഗസ്റ്റ് 26-ന് നമ്മുടെ പ്രസിഡന്റ് ഈ ഒരു എന്താ പറയാ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ഒപ്പുവെക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രസിഡന്റ് ഒപ്പുവെച്ച ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ച ദിവസമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2009 ഓഗസ്റ്റ് 26-നാണ്. അതിനുശേഷം ഈ ഒരു ആക്ട് വഴി ചിൽഡ്രന് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വന്നത് എന്ന് തൊട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ഏപ്രിൽ 1 മുതലാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. അതുവരയ്ക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുണ്ടായിരിക്കും. ഒരു 2010 വരയ്ക്കും. ഞാൻ 2010-ലാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത്. അപ്പൊ ഞാന് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 8ാം ക്ലാസ് വരയ്ക്കും എനിക്ക് പെൺകുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആയിരുന്നു. 8, 9, 10 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണ്. നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്കും അങ്ങനെയുള്ള കുറെ സൗകര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണല്ലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണ്. അപ്പൊ ഞാനൊക്കെ 8ാം ക്ലാസ് വരയ്ക്കും പുതിയ ടെക്സ്റ്റിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 8ാം ക്ലാസ് ആയപ്പോ തൊട്ട് വല്യമ്മേരെ മോളുടെ വെല്ലിച്ചന്റെ മോന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങും. ഇവരെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് കീറാത്തതും ഇതായിട്ടുള്ളതും പൈസ കൊടുത്ത് വാങ്ങാണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. എളുപ്പത്തിനല്ല, അന്ന് പൈസ കൊടുക്കാൻ തരില്ല. അത് അവരെ കയ്യിൽ നിന്ന് വാങ്ങി പഠിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് എടുത്തത്. ഇപ്പത്തെ പിള്ളേർക്ക് എല്ലാതും പുതിയതാണ്. എന്റെ മോനൊക്കെ ഒക്കെ പുതിയത്. ഒരു കേടുമില്ലാത്ത ബാഗായിരിക്കും. ഒരു രക്ഷയില്ല. സ്കൂൾ തുറന്നാ പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ബോക്സ്, പുതിയ ബുക്ക്, എല്ലാതും പുതിയത്. അത് പോരാണ്ട് സ്കൂളിൽ നിന്ന് ബാക്കിയുള്ളത് മൊത്തം ഫ്രീ. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ എന്തൊരു വ്യത്യാസം. അന്ന് ഇപ്പത്തെ കാലത്ത് ഫ്രീയുടെ ആവശ്യം കുറച്ചെങ്കിലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങാനുള്ള സെറ്റപ്പ് നമ്മളെ, അതായത് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണ് ഇപ്പൊ ഏകദേശം കേരളം എന്ന് പറയുന്നത്. വളരെ കുറവാണ് നമ്മുടെ അവിടെ അതിദാരിദ്ര്യം എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ കണക്കുകളിൽ പറയുന്നത്. പക്ഷെ ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് നമ്മുടെ അവിടെ അത്യാവശ്യം മിഡിൽ ക്ലാസ്സുകാരുടെ റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്നിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കിട്ടേണ്ടത് അന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഗവൺമെന്റ് അത് അപ്രൂവൽ ആക്കി ഇത് വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടില് ഇത് പക്ഷെ ഇന്ത്യനെ മൊത്തത്തിലാട്ടാ പറയുന്നത്, കേരളത്തിനെ അല്ല. കേരളത്തിന്റെ അവസ്ഥ വെച്ച് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ഇന്ത്യയിൽ ഈ ഒരു നിയമം വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ആവശ്യമാണ്. അത് നമുക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളില് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളില് എവിടേക്ക് പോയാലും അല്ല, ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആ ഒരു പ്രാധാന്യം എന്താന്ന്. 14 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണം കഴിപ്പിച്ച് കൊടുത്ത കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ മാത്രം കല്യാണം കഴിക്കാണ്ട് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടുള്ള പെൺകുട്ടികളെ അറിയാം. അപ്പോ എന്താ പറയാ,
ഈ ഒരു നിയമത്തിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ മൊത്തം. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, രാജ്യമാണ്, നമ്മുടെ രാജ്യം തന്നെയാണ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതൊരു സംഭവത്തിനും നമുക്ക് ഗവൺമെന്റ്, പാർലമെന്റ് ആണ് മെയിൻ ആയിട്ട് നിയമം നിർമ്മിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷന്റെ ഇതില് എന്താണ്, നമുക്കത് സംസ്ഥാനങ്ങൾക്ക് നിയമിക്കാം. പക്ഷെ ഗവൺമെന്റ് അതിൽ മുഖ്യ പങ്ക്, അല്ല, കേന്ദ്ര ഗവൺമെന്റ് അതിൽ മുഖ്യ പങ്ക് വഹിക്കണം. അങ്ങനെയാണ് പറയാ. അപ്പൊ ഇതാണ് എന്ത് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ടിക്കിൾ 22 ഗ്രാൻസ് പ്രൊട്ടക്ഷൻ ടു പേഴ്സൺ ഹു ആർ അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻഡ്. അതായത് കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അതായത് ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിലിടുന്നത്. അതായത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീൽസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നമ്മുടെ ദിലീപിന്റെ പടമാണ്. ദിലീപിന്റെ ഈ ഒരു കേസൊക്കെ നടന്നത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ് എന്ത്, ഇപ്പൊ ഇന്നാള് ടിവിയിൽ വന്നതാണ് വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറയുന്നത്. ആളുടെ അടുത്ത് ആ സമയത്ത് നമ്മുടെ ആ സിനിമയിൽ ഇതാ പറയുന്നത്, പ്രസിഡന്റ് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഇവരുടെ പഞ്ചായത്തിന്റെ ആ ഭാഗത്ത് എവിടെയോ ആണ് പ്രസിഡന്റ് വരുന്നത്. ആളുടെ വീടിന്റെ അടുത്താണ് വരുന്നത്. അപ്പൊ പക്ഷെ ഇങ്ങേരെ പഞ്ചായത്ത് പ്രസിഡന്റും തമ്മില് മുട്ടൻ വഴക്കാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പറയാണ്, പ്രസിഡന്റിനെ ഞാൻ അങ്ങനെ ചെയ്യും, പ്രസിഡന്റിനെ ഞാൻ ഇങ്ങനെ ചെയ്യും, പ്രസിഡന്റിനെ ഞാൻ കൊല്ലും, തല്ലും, വെട്ടും എന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ പ്രസിഡന്റിനെ ബോംബ് വെച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയാണ്. അപ്പൊ എല്ലാരും വിചാരിക്കും ഏത്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. ആ സമയത്ത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊല്ലും, തട്ടും, മുട്ടും എന്നൊക്കെയാണ് ഇങ്ങനെ പറയണേന്ന് വിചാരിച്ചോർന്ന്. എന്നിട്ട് ആളെ പിടിച്ചിട്ട് പ്രസിഡന്റ് വരുന്ന സമയമാകുമ്പോ, ആ പ്രസിഡന്റ് ഇങ്ങേര് വരുന്ന ഏതെങ്കിലും ഭാഗത്ത്, ഇങ്ങേര് നിൽക്കണ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആള് വരുന്നുണ്ടെന്ന് അറിയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിടിച്ചിട്ട് സത്യനാഥനെ കൊണ്ടുപോയിട്ട് ജയിലിലിടും. ഒന്നും ചെയ്തിട്ടല്ല, ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ പേര് പറഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ, കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. അതിനെതിരായിട്ട്, അതായത് അങ്ങനെ ഒരു തെറ്റും ചെയ്യാണ്ട് ഒരാളെ പിടിച്ച് കരുതൽ തടങ്കലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കും വേണമല്ലോ, അയാളെ കുറച്ചാൾ കഴിഞ്ഞ് പുറത്ത് വിടണമല്ലോ. അപ്പൊ അവർക്കും വേണം കുറച്ച് അവകാശങ്ങള്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യണേന്ന് അറിയാനും, എന്തിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഒരു വക്കീലിനെ വെക്കാനും, അതിനുള്ള അവകാശങ്ങളൊക്കെ കൊടുക്കുന്നതാണ് എന്ത്, ആർട്ടിക്കിൾ 22. അപ്പൊ കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 22ആണ്. ഈ കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് AK ഗോപാലനാണ്. AK ഗോപാലൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടോ, കേരള കോഫി ഹൗസിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലോട്ട് പട്ടിണി ജാഥ നയിച്ച വ്യക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. AK ഗോപാലനാണ് എന്ത്, ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലനാണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, പറഞ്ഞു ചോദിക്കാനൊന്നും സാധ്യതയില്ല. അപ്പൊ ആർട്ടിക്കിൾ 22 എന്ത്, കരുതൽ തടങ്കലിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ പറയാ മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്ന ആർട്ടിക്കിളുകൾ. ഏതൊക്കെ, ആർട്ടിക്കിൾ 19, 20, 21, 21A, 22. അപ്പൊ 5 എവിടെയും വരുന്നുണ്ട്, മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ ആർട്ടിക്കിൾ, റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഉള്ളിൽ വരുന്ന ആർട്ടിക്കിളുകളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് എന്ത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യം. ചൂഷണത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യം. 2 ആർട്ടിക്കിളുകൾ മാത്രമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ ഉള്ളിൽ വരുന്നുള്ളൂ. ആർട്ടിക്കിൾ 23ഉം ആർട്ടിക്കിൾ 24ഉം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ 5 ആർട്ടിക്കിൾ വരുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീഡത്തിന്റെ ഉള്ളിലും 5 ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൽ 2 ആർട്ടിക്കിളുകളാണ് വരുന്നത്. ഏതൊക്കെ, ആർട്ടിക്കിൾ 23ഉം 24ഉം. ഇമ്പോർട്ടന്റ് ആണ്, 24 പ്രത്യേകിച്ചും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 23 എന്താ പറയണെന്നുണ്ടെങ്കിൽ, ഇറ്റ് പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ബേഗാർ ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടിമക്കച്ചവടം നിരോധിക്കണതിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, നിർബന്ധിച്ചുള്ള പണിയെടുപ്പിക്കല്, സാലറി കൊടുക്കാണ്ടുള്ള നിർബന്ധിച്ചുള്ള സേവനം, അതൊക്കെ. അതെങ്ങനെ എന്താ പറയാ, ദേവദാസി സമ്പ്രദായം, ഇതൊക്കെയാണ്. അതായത് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഒരു
രാജാവിന്റെ ഒരു രാജ്യത്ത് എല്ലാവർക്കും ഒരു ദേവദാസി സമ്പ്രദായം ഉണ്ടായിരിക്കും. അവരവരെ ഇതായിട്ട് ഉണ്ടായി പോവാന്ന് പറയുന്നത്. ആ ഒരു സമ്പ്രദായമൊക്കെയാണ് നിർത്തലാക്കിയത്. അല്ലെങ്കിൽ അടിമക്കച്ചവടം നിർത്തലാക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 23 ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ അടിമക്കച്ചവടം എന്നാണ്. ബേഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഹിന്ദി വേർഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുക, അടിമപ്പണി തന്നെ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു തോട്ടിപ്പണി എന്ന് പറഞ്ഞിട്ട് നിങ്ങള് പുസ്തകം വായിച്ചില്ല? തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞ തോട്ടിപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ഇതല്ല, എന്താ പറയാ, ടോയ്ലറ്റ്സ് അല്ല ഉണ്ടായിരുന്നേ. അപ്പൊ അവിടത്തെ ഇത് അതെടുത്ത് എല്ലാ ദിവസവും കോരാൻ പോണം. അപ്പൊ അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനാണ് ആ ജോലി ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ജോലി നിർത്തലാക്കാനൊക്കെ ഉണ്ടായ കാരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അതിന് മാത്രമായിട്ട് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ നിയോഗിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആർട്ടിക്കിൾ 23 ഉൾപ്പെടുത്തിയിട്ടാണ് എന്താ പറയാ ആ ജോലിയൊക്കെ നിർത്തലാക്കിയത്. അതുപോലെ ദേവദാസി സമ്പ്രദായം, അടിമക്കച്ചവടം ഇതെല്ലാം നിർത്തലാക്കിയത് ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. ഇനി വരുന്നതാണ് അടുത്തതാണ് ആർട്ടിക്കിൾ 24. എന്താണ് ആർട്ടിക്കിൾ 24 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ് ഇൻ എനി ഫാക്ടറി, മൈൻ ഓർ എനി അതർ ഹസാർഡസ് ആക്ടിവിറ്റീസ്. അതായത് ബാലവേല നിരോധനം. ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 24 ടീച്ചർമാരായതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ബാലവേല നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 24. ഇവിടെയും പറയുന്ന ഏജ് എത്രയാന്ന് നോക്കിയേ, 14 വയസ്സിന് താഴെയുള്ളത്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാണ്ട് ഒരു കുട്ടീനെയും ജോലിക്ക് വിടാൻ പാടില്ല. അതാണ് ഈ ഒരു ആർട്ടിക്കിൾ 24 പറയുന്നത്. അതായത് 6 to 14 വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിക്കാനുള്ള പ്രായമാണ്. ആ സമയത്ത് ഒരു ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മൈനുകളിലോ ഖനികളിലോ അല്ലെങ്കിൽ ഫാക്ടറികളിലോ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും 14 വയസ്സിനും താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിർത്താൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തിയ ആൾക്കും പണിയാണ്, വിട്ട ആൾക്കാർക്കും പണിയാണ്. എല്ലാവർക്കും അതൊരു ഇതാണ്. അപ്പൊ ബാലവേല നിരോധനം എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൽ വരുന്നതാണ്. നിങ്ങള് ഈ ഉത്തരാഖണ്ഡ് അല്ല, ജാർഖണ്ഡ് ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ മൈക്കയുടെ ഖനനം ഉള്ളത്. നിങ്ങൾ ഈ മൈക്കയുടെയും ഇതിന്റെയൊക്കെ ഖനനം നടക്കുന്ന സ്ഥലങ്ങള് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ പോണേന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇത്രയ്ക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. അതായത് ഇങ്ങനെ ഒരു റാറ്റ് ഹോളാണ്. അതായത് എലി മാളം പൊത്തുണ്ടാക്കണ പോലത്തെ കുഞ്ഞു പൊത്തുകളാണ്. കുഞ്ഞു പൊത്ത് എന്ന് വെച്ചാൽ അത്ര ചെറുതല്ല കേട്ടോ, കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരിക്കും. അതായത് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ ഏറ്റവും സൗകര്യമുള്ളത് കുട്ടികൾക്കാണ്. അങ്ങനെ റാറ്റ് ഹോൾ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഖനനാണ്, അവിടെ മൈനുകളാണ്. അപ്പൊ ഈ കുട്ടികളെ, അപ്പൊ അവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡിലൊക്കെ ഈ കൊച്ചു കുട്ടികളെ 14 വയസ്സിനും താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടായിരിക്കും മെലിഞ്ഞുണങ്ങിയിട്ടാണ്. ഒന്നാമത് ഭക്ഷണം ഇല്ല, അപ്പൊ പിന്നെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കുട്ടികളാണ്. ഇവരെ ആണ് ഈ മൈക്ക വാരാൻ കൊണ്ട് വിടുന്നത്. ഈ മൈക്ക വാരാൻ കുട്ടികളെ വിടും. മൈക്ക വാരി കൊണ്ടുവരും. ഒന്നുകിൽ അവർക്ക് മൈക്ക ഖനികളിൽ നിന്ന് ഉള്ളിലേക്ക് താഴത്തോട്ട് പോകുന്തോറും നമ്മുടെ പാറകളിലുള്ള ധാതുക്കളുടെ ഇതെന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പൊ അതൊക്കെ വലിച്ച് ശ്വസിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയുസ് എന്ന് പറയുന്നത് അധികം ഉണ്ടാവില്ല. 14 വയസ്സാകുമ്പോഴേക്കും അവര് മരിച്ചു പോകും. അതായത് അവർക്കത് അതായത് അവര് ശ്വസിക്കുന്ന വായു മലിനമാണ്, പൊട്ട വായു ആണ് അവര് ശ്വസിക്കുന്നത്. പ്രഷർ, എക്സ്ട്രീം പ്രഷർ, അത് അതിന്റെ ഉള്ളിൽ കൂടെ പോയി തിരിച്ചു വരുന്നത്. അത് മാത്രം ഖനികൾ ഇടിയാന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും സംഭവിക്കുന്ന സംഭവം കാര്യം. ഖനികള് ഇടിഞ്ഞു പോവാന്ന് പറയുന്നത്. എത്രയോ കുട്ടികൾ അതിന്റെ ഉള്ളിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അറിയാത്ത കണക്കാണ്, നമ്മൾ എടുക്കാൻ ശ്രമിക്കാത്ത കണക്കുകളാണ്. അപ്പൊ അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ്, ഒന്നാമത്തെ കാര്യം റാറ്റ് ഹോൾ ആയിട്ടുള്ള ഇത് മൈനുകൾ ഇപ്പൊ നിർത്തലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കുറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എത്രയൊക്കെ ആൾക്കാരോട് പറഞ്ഞാലും ആൾക്കാർ ഇത് കേൾക്കാതെ തയ്യാറായി. എത്ര പേരെ പിടിച്ച് ജയിലിലിടും. അപ്പൊ ഈ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഇത് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ബാലവേല നിരോധനം. അപ്പൊ ഇത്രയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നത്. ഇനി ഒരു മിനിറ്റ്,
ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സാധാരണഗതിയിൽ ഇതിലത്തെ ആർട്ടിക്കിളുകൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ എടുത്ത് ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ചോദിക്കാം, ചോദിച്ചുകൂടായികയൊന്നുമില്ല, ചോദിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ആർട്ടിക്കിളാണ് എന്തൊക്കെയാണ് അതിൽ പറയണേന്നുള്ളത് പഠിച്ചു വെച്ച് പോവുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു സ്ഥലത്ത് നമുക്ക് ആർട്ടിക്കിളുകൾ പഠിക്കാൻ വരില്ല. അപ്പൊ ആകെ കൂടി ഇവിടത്തെ ഒരു 12 to 32 വരെയുള്ളത്, 35 വരെയുള്ളതും പഠിക്കണ്ട, 32 വരെയുള്ള ആർട്ടിക്കിളുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കാനുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ച് പോവുക, ആരും വിട്ട് കളയരുത്. ആർട്ടിക്കിൾ 25, അതായത് ആർട്ടിക്കിൾ ഇവിടെ പറയുന്നത് 25 മുതൽ 28 വരെയുള്ള പറയുന്നത് മതസ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട സ്വാ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതില് ആർട്ടിക്കിൾ 25 എന്താ പറയണേന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, അതായത് മനസാക്ഷി സ്വാതന്ത്ര്യം, അതുപോലെ വിശ്വാസം, ഒരു മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, അത് പ്രാക്ടീസ് ചെയ്യാൻ, അത് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് എന്താ പറയാ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാതും നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത്. ഈ മനസാക്ഷി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിൽ ഉള്ള, അല്ലെങ്കിൽ ഭൂമിയിലോ നമ്മുടെ പ്രപഞ്ചത്തിലോ ഉള്ള എന്തിനേയും ആരാധിക്കാൻ, നമ്മളെ മനസാക്ഷിക്ക് അതാണ് ദൈവമായിട്ട് തോന്നണെന്നുണ്ടെങ്കിൽ അതിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പൊ കുറച്ചു നാള് മുമ്പ്, ഒരു 6 മാസം ആയിട്ടില്ല, ഇപ്പൊ അടുത്തപ്പോഴാണ് ഒരു ആള് മരിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആൾക്ക് കല്ലറ പണിതിട്ട് ലാസ്റ്റ് ആ സമയത്താണ് നമ്മുടെ ഒരു കളക്ടർ, ആളുടെ പേര് ഞാൻ മറന്നു, ഒരു ചെറുപ്പം കളക്ടർ, ഭയങ്കര റീലില് ഭയങ്കര ട്രെൻഡിങ് ആയി നിന്നൊരു കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ക്രിസ്ത്യൻ നെയിമാണ്, പേര് വിട്ടു. ആ ഒരു കളക്ടറെ പിന്നാലെയാണ്. അതായത് ഒരു സ്വാമിജി, ആള് വീട്ടില് ഭയങ്കര ഗുണ്ടയും ടൂറിസ്റ്റ് ക്രിമിനലൊക്കെ ആയിരുന്നു. ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മനസാന്തരം വന്ന് ആള് പറഞ്ഞു, ഞാൻ ഇന്നോട്ട് ധ്യാനിക്കാൻ പോവാന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആള് പറഞ്ഞു, ഞാൻ ഇന്ന് മരിക്കും, നിങ്ങൾ എനിക്ക് കല്ലറ കെട്ടണം. എന്നിട്ട് ആളൊരു സ്ഥലത്ത് പോയി ഇന്ന് മരിച്ചു. മരിച്ചു കഴിഞ്ഞിട്ട് കല്ലറ കെട്ടി. അത് കഴിഞ്ഞ് കല്ലറ കെട്ടി മക്കള് അതൊക്കെ ഇതാക്കിയിട്ടപ്പോ നാട്ടുകാർക്ക് സംശയം കൊന്നിട്ടതാണോ എന്നുള്ളത്. അപ്പൊ കല്ലറ പൊളിക്കാൻ വന്നു. കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ സ്വാമിജി നോർമൽ ഡെത്ത് ആണ്. അപ്പൊ ആൾക്കാർക്ക് വിശ്വാസമായി, ഇത് ഇങ്ങേര് മരിക്കുന്നു പറഞ്ഞിട്ട് പോയിരുന്നത് മരിച്ചു. അപ്പൊ ഇങ്ങേര് സാധാരണക്കാരനല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അവിടെ ആരാധനയും വിശ്വാസവും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വിശ്വസിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെല്ലുന്നുണ്ട്. അതുപോലെ അപ്പൊ അത് എന്റെ ഇഷ്ടമാണ്, വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ, എന്റെ മനസാക്ഷിക്ക് അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയണ്ടാവും ഡിങ്കോയിസം എന്ന് പറഞ്ഞിട്ടൊരു മതം ഉണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിലല്ല, വേൾഡിൽ മൊത്തമായിട്ട്. അതായത് വേൾഡിലല്ല, കേരളത്തില് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഡിങ്ക ഭഗവാൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ബാലമംഗളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഇത് ഡിങ്കൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിങ്കൻ നമ്മളെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഡിങ്ക ഭഗവാനെ ആരാധിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അതൊരു എന്താ പറയാ, നിരീശ്വരവാദികളുടെ ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡിങ്ക ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാലും അത് ഡിങ്കോയിസം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി, മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ റിലീജിയൻ ആണ് ഇത് ഡിങ്കോയിസം എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്, മനസാക്ഷി സ്വാതന്ത്ര്യമാണ്. എനിക്ക് എന്തിനെയാണോ വിശ്വസിക്കാൻ തോന്നണത് അതിനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കാം എന്നുള്ളത് എനിക്ക് ഗവൺമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന, ഗവൺമെന്റ് അല്ല നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ അതിനെ പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം എനിക്ക് നൽകുന്നുണ്ട്. അതിനൊന്നും ഒരാൾക്കും എതിര് വെക്കാൻ പറ്റില്ല. ഇനി ആർട്ടിക്കിൾ 26 പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, അതായത് മതസ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അവകാശം. അതായത് ഒരു മതപരമായിട്ട് നമുക്കൊരു സ്ഥാപനം തുടങ്ങാനുള്ള അവകാശം, അല്ലെങ്കിൽ അത് മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുക, അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങി, ഒരു ആശ്രമം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാനോ അതിനുള്ള അവകാശമൊക്കെ നമുക്ക് ആർട്ടിക്കിൾ 26 പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 27 പറയുന്നത് ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് എ റിലീജിയൻ, അതായത് ഒരു റിലീജിയന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ടാക്സ് പിരിക്കാൻ പാടില്ല.
ഒരു റിലീജിയന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു മതേതരത്വം സെക്യുലർ കൺട്രി ആന്ന് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു മതത്തിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ടാക്സ് ഒറ്റ മതത്തിന് വേണ്ടിയിട്ടും നമ്മള് ഗവൺമെന്റ് ടാക്സ് പിരിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ പിരിക്കുന്ന ടാക്സ് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ട് വിതരണം ചെയ്യാം. എല്ലാ മതങ്ങളുടെയും പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മതങ്ങൾക്കും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ പിരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 27. ഇനി ആർട്ടിക്കിൾ 28 പറയുന്നത് ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇത് മെയിൻ ആയിട്ട് പറയുന്നത് സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. അതായത് ഇപ്പൊ സ്കൂളുകളിലാണ് മെയിൻ ആയിട്ട് പറയാച്ച. അതായത് ഇതിൽ തന്നെ കുറെ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊവിഷൻ പറയുന്നത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലും ഒരു തരത്തിലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസും പാടില്ല. അതായത് ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളാണെന്ന് വിചാരിക്കുക, അവിടെ പോയിട്ട് നമ്മൾ മോറൽ സയൻസ്, കാറ്റിസം, അല്ലെങ്കിൽ മുസ്ലിംസിന്റെ പഠനം, അല്ലെങ്കിൽ ജൈനിസം, ബുദ്ധിസം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലും പാടില്ല. ഒരു മൂന്നാല് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ പൊളിക്കല്, അത് പൊളിച്ച് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടത്തെ മെയിൻ ആയിട്ടുള്ള അധികാരി ഒരു ഹിന്ദു ആയിരുന്നു. ആളപ്പൊ എന്തോ ഗണപതി ഹോമോ അങ്ങനെ എന്തോ സംഭവം അവിടെ നടത്തി. ആളുടെ പണി പോയി. ആരോ കേസ് കൊടുത്ത് കംപ്ലൈന്റ് ചെയ്തു. മൗലിക അവകാശത്തിൽ ഉണ്ടാകുന്ന ഇതാണ്, സുപ്രീം കോടതിയിൽ നിന്ന് ഇത് വന്നു, വിധി വന്നു, ആളുടെ ജോലി പോയി. പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതിപ്പോ സ്കൂളുകളാണെങ്കിലും എവിടെയാണെങ്കിലും ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സംരംഭത്തിലും റിലീജിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ഒരു ഇൻസ്ട്രക്ഷൻസും നടത്താൻ പാടില്ല. ഇനി ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് പൈസ വാങ്ങിയിട്ട്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോ എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്കൂളുകളിലാണെങ്കിലോ അവിടെ ഒന്നും എന്ത് പാടില്ല, സ്കൂളുകളിൽ നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതിൽ പങ്കെടുക്കാൻ ഒരു കുട്ടീനെയും നിർബന്ധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് സമ്മതമല്ല, അല്ലെങ്കിൽ സമ്മതമാണെന്നുണ്ടെങ്കിലും അവരുടെ രക്ഷകർത്താവ് പറയാണ് സമ്മതമല്ല എന്ന് പറയാന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നിർബന്ധിച്ച് അറ്റൻഡ് ചെയ്യിക്കാൻ പാടില്ല. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിലും ഇത് തന്നെയാണ്. അതായത് ആരും നിർബന്ധിച്ച് അറ്റൻഡ് ചെയ്യിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നടത്താം, പക്ഷെ നിർബന്ധിക്കാൻ പാടില്ല. അതാണ് എന്ത് ആർട്ടിക്കിൾ 28 പറയുന്നത്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയ്ക്കാണ് എന്ത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗത്ത് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 29-ലും 30-ലും പറയുന്നത്. ആർട്ടിക്കിൾ 29-ഉം 30-ഉം മാത്രമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ വരുന്നത്. അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ പറയുന്ന രണ്ട് ആർട്ടിക്കിൾ 29-ഉം 30-ഉം ആണ്. അതിൽ തന്നെ 29 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്. അതായത് മൈനോറിറ്റീസിന്റെ എന്താ പറയാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവരുടെ ഇൻട്രസ്റ്റിന്റെ, അവരുടെ ഇഷ്ടങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എന്ത് ആർട്ടിക്കിൾ 29. ഇവിടെ പറയുന്ന മൈനോറിറ്റീസ് എന്ന് പറയുന്നത് മതപരമായിട്ട് മാത്രമുള്ള മൈനോറിറ്റീസ് അല്ല. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയാ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഭയങ്കര ഡൈവേഴ്സ് ആണ് ഓരോ കാര്യത്തിലും. ഒരു ജില്ല എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഓണാഘോഷം തന്നെ എടുത്ത് നോക്കിയാൽ മതി. കാസർഗോഡ് ഒരു രീതിയില്, കണ്ണൂർ ഒരു രീതിയില്, കോഴിക്കോട് ഒരു രീതിയില്, തൃശ്ശൂർ വേറെ, ആലപ്പുഴ വേറെ, തിരുവനന്തപുരത്ത് വേറെ. എല്ലാത്തും നമ്മുടേതായ സ്റ്റൈലില് പക്ഷെ വേറെ സ്ഥലങ്ങളിലൊക്കെ, അതായത് ഇപ്പൊ നിങ്ങള് ഈ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ നവരാത്രിയുടെ സമയത്ത് കേരളത്തില് നവരാത്രിയാണ്. പക്ഷെ ഇവിടേക്കൊക്കെ പോകുമ്പോ നമ്മുടെ മുകളിലുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോ അവർക്കത് ദസറയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും പിന്നെ നമുക്ക് ദീപാവലി എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അത് ഭയങ്കര
ഒട്ടുമിക്ക സ്റ്റേറ്റുകളും കേരളം വെച്ച് ബാക്കി ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും ദീപാവലി ഭയങ്കര ആഘോഷമാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ കേരളത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ദീപാവലി ആഘോഷിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ദീപാവലിക്കാണ് 10 ദിവസം മുടക്ക് കൊടുക്കുക. ഹോളിക്കും ദീപാവലിക്കാണ് അവർക്ക് 10 ദിവസം മുടക്ക് കിട്ടുക. അപ്പോ അതാണ്. അപ്പോ ഓരോ സ്ഥലത്തും അതായത് ഇവിടെ പറയണ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, അവരുടെ കൾച്ചർ, അതായത് കുറേ സ്ഥലങ്ങളിലെ ലാംഗ്വേജസിന് സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. തുളു ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തുളു ഭാഷയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ല. അതായത് റിട്ടൺ ലിപി ഇല്ല. ലിപി ഇല്ലാത്ത ലാംഗ്വേജ് ആണ് തുളു. കുറെ അധികം ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയില് മൊത്തത്തില് 500+ ലാംഗ്വേജസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം. അത്രയും അധികം ലാംഗ്വേജസ് ഉണ്ട്. പക്ഷെ പകുതി എണ്ണത്തിനും സ്ക്രിപ്റ്റ് ഇല്ല. ഗോത്ര ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ 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 കാര്യങ്ങൾക്ക് ഓരോരോ കാര്യം ഇതിന്. അപ്പൊ ലാംഗ്വേജസിന്റെ ബേസിൽ അതായത് അവരൊരു ചെറിയ കമ്മ്യൂണിറ്റി ആയിരിക്കും. ആ ലാംഗ്വേജ് പറയുന്നത് ചെറിയൊരു ആൾക്കാരാണെങ്കിൽ ആ ലാംഗ്വേജിന് അതായത് ഇപ്പൊ മലയാളം എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ലാംഗ്വേജ് ആണ്. കാരണം ആകെ ഇന്ത്യയിൽ 146 കോടി ജനങ്ങളില് ആകെ 3 കോടി ജനങ്ങൾ മാത്രമാണ് എന്ത് മലയാളം സംസാരിക്കുന്നുള്ളൂ. 3 കോടി ജനങ്ങൾ സംസാരിക്കണില്ല. അതിൽ പകുതി ആൾക്കാർ സംസാരിക്കണില്ല. അപ്പൊ കൂടിപ്പോയ ഒരു 2.5 കോടി ജനങ്ങളാണ് ആകെ കൂടി മലയാളം സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും വലിയ ഇതില് 2 കോടി 100 കോടിയിലധികം 2% മാത്രം ആൾക്കാര് സംസാരിക്കുന്ന ഒരു ഭാഷയാണെങ്കിൽ മലയാളം ഒരു മൈനോറിറ്റി ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മുടെ മലയാള ഭാഷേനെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാതൃഭാഷയില് നമുക്ക് പഠിക്കാനുള്ള അവകാശം ഉണ്ടാക്കി തരുന്നത് ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു മൈനോറിറ്റിയിൽ പെടുത്താം. അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ നമ്മള് ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൾച്ചറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമ്മളോട് സെൻട്രൽ ഗവൺമെന്റ് പറയാണ് ഇങ്ങോട്ട് ഇവിടെ ഓണം ആഘോഷിക്കാനൊന്നും പറ്റിയ ദസറ മാത്രം ആഘോഷിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നടക്കില്ല. അത് നമ്മുടെ കൺസർവ് ചെയ്യേണ്ട നമ്മുടെ അവകാശമാണ്. നമ്മുടെ കുറച്ചധികം അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അത്. എല്ലായിടത്തും ഉള്ള ആ മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് ആർട്ടിക്കിൾ 29 പറയുന്നത്. അതുപോലെ തന്നെ അതിൽ പറയണ വേറൊരു കാര്യം കൂടി ഉണ്ട്. നോ സിറ്റിസൺ ഷാൾ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട്സ് ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ ലാംഗ്വേജ്. അതായത് ഇവിടെ പറയുന്നതിൽ മതപരമായിട്ടും ജാതിപരമായിട്ടും ലാംഗ്വേജ് അതായത് ലാംഗ്വേജ് പരമായിട്ടും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ്. അതായത് ഒരു സ്കൂളില് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിൽ നമ്മുടെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായം നൽകുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തില് മതത്തിന്റെ പേരില് അല്ലെങ്കിൽ അവരുടെ നിറത്തിന്റെ പേരില് അല്ലെങ്കിൽ അവരുടെ ജാതിയുടെ പേരില് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പേരിലും പറഞ്ഞിട്ട് ഒരാൾക്കും അഡ്മിഷൻ ഡിനൈ ചെയ്യാൻ പാടില്ല. നീ ഒരു മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ നീ ഒരു ഹിന്ദു അല്ലേ, നീ ഒരു ക്രിസ്ത്യാനി അല്ലേ, നീ ഒരു ബുദ്ധമതക്കാരനല്ലേ, അല്ലെങ്കിൽ നീ ഒരു നിരീശ്വരവാദി അല്ലേ, അല്ലെങ്കിൽ നീ ഒരു SC ST പെട്ട ആളല്ലേ, നീ ഒരു ഇഴവയല്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരാൾക്കും സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ ഒട്ടും അവിടെ പാടില്ല. അതും കൂടി ഈ ആർട്ടിക്കിൾ 29 പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പറയുന്നത്. ഒന്ന് സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ അഡ്മിഷൻ ഡിനേ ചെയ്യാൻ പാടില്ല എന്നും പിന്നെ മൈനോറിറ്റീസിന്റെ ഇൻട്രസ്റ്റിന്റെ സംരക്ഷണമാണെന്നും ആണ് എന്ത് ആർട്ടിക്കിൾ 29 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 30 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ടു മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മൈനോറിറ്റീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് അതായത് എന്താ പറയാ ന്യൂനപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടു പോകാനുമുള്ള അവകാശത്തിനെയാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. അതായത് ഏത് മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ NSS എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ആയിട്ട് ഒരു കാസ്റ്റ് ആണ് അല്ലെ. ഇവിടെ ഇന്ത്യയിൽ മൊത്തം നായന്മാരുണ്ട്, ഇത്ര അധികം നായന്മാരൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈഴവരെ SNDPയുടെ ഇതില് SN സ്കൂളുകൾ ഇഷ്ടം പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ശ്രീനാരായണ ഇതിന്റെ കീഴിലുള്ള ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. NSSന്റെ കീഴിലുള്ള ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്.
അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് റിലീജിയൻ വൈസിലി മൈനോറിറ്റി ആയിട്ടുള്ള ഒരു മതമാണ്. അവരുടെ കീഴിൽ വരുന്ന ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. അങ്ങനത്തെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർക്കും വേണമെങ്കിലും മൈനോറിറ്റിയുടെ ബലത്തില് നമുക്ക് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനും അവരുടെ അതുവഴി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം എന്തുണ്ട് കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. അപ്പൊ ഇതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 30 വരെയുള്ളത് പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതില് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് എടുത്തത് വീണ്ടും ഇപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോ ജസ്റ്റ് വന്നിരിക്കാണ്ട് മുമ്പ് എടുത്തിട്ടുള്ള PDF-കളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും PDF-കൾ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആപ്പിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതെങ്കിലും എടുത്തൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആകെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 10 മിനിറ്റ് നേരത്തേക്ക് വായിക്കാനുള്ളതില്ല. പറയുമ്പോ കുറെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തെങ്കിലും വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് ആകെ ഒരു 10 മിനിറ്റ് വായിക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നിങ്ങളോട് ഒരിക്കലും പഠിക്കാൻ പറയുന്നില്ല. വായിച്ചോണ്ടിരുന്നാ മതി. നമുക്ക് ഓർമ്മയിൽ നിന്നോളും. കാരണം 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എടുത്ത് കുത്തുക വേണ്ടോ. എടുത്ത് എഴുതി തന്നെ എഴുതി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം വായിക്കാൻ നോക്കുക. വായിച്ചുകൊണ്ടിരിക്കുക. ഒരു PDF തന്നെ ഒരു ദിവസം ഒരു 5 തവണ വായിക്കുക. വായിക്കുക. അല്ലെങ്കിൽ ഇന്ന് വായിക്കുക, നാളെ വായിക്കുക, ഈ ഒരാഴ്ച ഫുള്ള് വായിക്കുക. വായിച്ചോണ്ടിരുന്നാ പിന്നത്തെ ആഴ്ചക്ക് നമുക്ക് ഉറപ്പായിട്ട് അതിന് ഓർമ്മയുണ്ടായിരിക്കും. ഒരു 60% നമ്മുടെ മനസ്സിൽ നിന്നോളും. അതിന്റെ ആവശ്യമുള്ളൂ. പരീക്ഷയ്ക്ക് എത്രയ്ക്ക് തന്നെ ചോദിക്കുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് എടുത്തിട്ട് വായിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്റ് പെൻ വെച്ചിട്ട് മാക്സിമം എന്താ പറയാ ഇതിൽ പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഹൈലൈറ്റ് പെൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷ എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമില്ല. വേഗം വേഗം ക്ലാസ്സുകൾ തീർക്കാനുണ്ട്. ഞാൻ SCRT ഇപ്പൊ പഠിക്കാൻ പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും കൂടി സമയം ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോ പഠിക്കാൻ പറ്റണവര് SCRT കൂടെ പഠിച്ചു പോവാൻ നോക്കുക.